ഇൻഡസ്ട്രി ഇങ്ങനെയൊക്കെ മാറും, സീൻ മാറുന്നു പറഞ്ഞപ്പോൾ സത്യം പറഞ്ഞാൽ നിങ്ങൾ വിചാരിച്ചു എത്രയൊക്കെ മാറുന്നു? ഇല്ലില്ല, മാറി മറിഞ്ഞങ്ങനെ നിൽക്കുകയാണ്. ഈ വർഷം മൊത്തത്തിൽ അങ്ങോട്ട് മാറുന്നുണ്ട് എല്ലാ പടങ്ങളും. എനിക്ക് ഏറ്റവും വലിയൊരു ഹൈലൈറ്റ് സംഗതി എന്ന് പറഞ്ഞാൽ ടൊവിനോ ഓടി മഞ്ഞുമൽ ബോയ്സിന്റെ പ്രൊമോഷൻ വണ്ടിക്കകത്ത് കയറുന്ന സീനുണ്ട് ഇവിടെ അല്ലെ, ഈ വെന്നി തന്നെയല്ലേ. എങ്ങനെ നിങ്ങൾ തമ്മിൽ ഉള്ള ഒരു ബോണ്ടും കാര്യങ്ങളൊക്കെ എപ്പോഴും തുടങ്ങി? കാരണം വെച്ചാൽ മായാനദി എന്ന് പറഞ്ഞ പടത്തിൽ ശരിക്കും കോമ്പിനേഷൻ സീൻസ് നിങ്ങൾ ചെയ്തിട്ടില്ല. കോമ്പിനേഷൻ ഇല്ല. ഞങ്ങൾ ആദ്യമായിട്ട് കോമ്പിനേഷൻ സീൻ അഭിനയിക്കുന്ന സിനിമ ഇതാണ്. പക്ഷെ ഞങ്ങള് കുറെ കാലമായിട്ട് പരിചയമുണ്ട്. നമ്മൾ കുറെ കാലം എന്ന് പറഞ്ഞാൽ എനിക്ക് നമ്മൾ ഏറ്റവും അടുപ്പം ഉണ്ടാകുന്ന ആ ഗോതയുടെ ഗുസ്തി പഠിക്കാനായിട്ട് ഞാൻ ഫോട്ടോച്ചിൽ പോയി നിൽക്കുമ്പോൾ അന്ന് പറവയുടെ പ്രീ നടക്കുന്നുണ്ട്, പ്രീ പ്രൊഡക്ഷൻ നടക്കുന്നുണ്ട്. ഞങ്ങൾ അതിന് മുമ്പ് ഇങ്ങനെ ഇടയ്ക്ക് നമ്മൾ വഴിയിലൊക്കെ വെച്ചിട്ടൊക്കെയാണ് കണ്ടേക്കണത്. ഇത് പക്ഷെ അറിയാം എന്നേ ഉള്ളൂ. പക്ഷെ ഇതെന്ന് വെച്ചാൽ വൈകുന്നേരം ആകുമ്പോൾ ഞാൻ അന്ന് ബാസി ഉണ്ടാവും, കുറെ പേരുണ്ടായിരുന്നു, നിസാം ഒക്കെ ഉണ്ടാവാറുണ്ട്, എല്ലാവരും ഉണ്ടാവും. അപ്പൊ ഞങ്ങൾ അവിടെ പോയി ഞങ്ങൾ വെറുതെ വർത്താനൊക്കെ പറഞ്ഞിരുന്നത്. എനിക്ക് രാവിലെ തന്നെ ട്രെയിനിങ് ഒക്കെ ഉണ്ട്, ഞാൻ ഡയറ്റ് ആണെന്നൊക്കെ പറഞ്ഞാലും പുള്ളിയാച്ചാര് വർത്താനൊക്കെ പറഞ്ഞു. ഞാൻ നൂൽപുട്ട് മേടിക്കാൻ വേണ്ടി പോയിട്ട് അത് കഴിഞ്ഞിട്ട് കൊടുക്കും. അത് കഴിഞ്ഞിട്ട് ഇടയ്ക്കിടയ്ക്ക് നമ്മളിങ്ങനെ കാണും. ഇപ്പോൾ അനുരാഗ് കരിക്കുമ്പളത്തിന്റെ സമയത്ത് ഒരു ദിവസം ഞാൻ അന്ന് മൊയ്തീനൊക്കെ കഴിഞ്ഞ് നിൽക്കുകയാണ്. അപ്പോൾ ഞാൻ അനുരാഗ് കരിക്കുമ്പളത്തിന്റെ സമയത്ത് ഞാൻ അവിടെ ഒരു ഫ്ലാറ്റിലാണ് ഷൂട്ട് നടക്കുന്നത്. നമ്മുടെ ബാസിയുടെ അമ്മൂമ്മയുടെ ബർത്ത്ഡേ സെലിബ്രേഷൻ ടെറസിന്റെ മുകളിൽ. അതെ, അന്ന് സൗദിഖനെ കാണാൻ പോയിട്ട് അപ്പൊ ഞാൻ പറഞ്ഞു ഇത് പുറത്ത് പറയില്ല, ഇല്ല പറയില്ല എന്നുണ്ട് ഞാൻ ജുബ്ബ. അത് പിന്നെ ചാർലിയുടെ സമയത്തൊക്കെ ചാർലിയുടെ സമയത്ത് നമ്മൾ രണ്ടുപേരും ഉണ്ട്, പക്ഷെ ഞങ്ങൾ ഒരുമിച്ച് അഭിനയിച്ചിട്ടില്ല. പിന്നെയും ഒരു തവണ ഖത്തറിൽ ഞങ്ങൾ ഏകദേശം ഒരു സമയത്തുണ്ടായിരുന്നു. പുള്ളി സന്തോഷ് ടി കുരുവിള്ള പ്രൊഡ്യൂസർ ഉണ്ടല്ലോ, അപ്പൊ പുള്ളിയുടെ വീട്ടിലാണ് ഞങ്ങൾ പോയി താമസിച്ചത്. ഞങ്ങൾ പോകുമ്പോൾ അവിടെ തന്നെ താമസിക്കാറ്, സന്തോഷേട്ടൻ്റെ അവിടെ തന്നെ താമസിക്കാറ്. അപ്പോൾ ഇവരും രണ്ടുപേരും ഉണ്ടായിരുന്നു, ഞാനും ഭാര്യയും മോളും ഉണ്ടായിരുന്നു. കുറച്ച് ദിവസം ഞങ്ങൾ ഒരുമിച്ച് അവിടെ ഉണ്ടായിരുന്നു. അപ്പോഴൊന്നും ഞങ്ങൾ ഈ പറഞ്ഞ പടം ചെയ്തിട്ടില്ല. പക്ഷെ ആദ്യമായിട്ട് പടം ചെയ്യുമ്പോഴത്തേക്കും ഭയങ്കര സുഹൃത്തുക്കളായിരുന്നു. ഇപ്പോൾ മായാനദിയുടെ സമയത്താണെങ്കിലും ഒക്കെ ഈ പറഞ്ഞതൊക്കെ കഴിഞ്ഞിട്ടാണ് മായാനദി ആണെങ്കിലും വൈറസ് ആണെങ്കിലും ഒക്കെ സംഭവിച്ചിട്ടുള്ളത്. നടികളിലാണ് ഫ്രെയിമിൽ വന്നിട്ട് ഒരുമിച്ച് ഫിലിമിൽ മാത്രമല്ല പിന്നെ താമസവും നടത്തും. രാവിലെ തന്നെ വിളിക്കും, രാവിലെ ഉറക്കത്തിലേക്ക് രാവിലെ വിളിച്ചിട്ട് സൗദിക്ക ഒരു സ്ഥലം കാണിച്ചിട്ട് കൊണ്ടുപോകണം കൊണ്ടുവന്നു ഒരു മലയുടെ കൊണ്ടു നടക്കും. നടക്കാൻ പോണേന്ന് എന്തായാലും വർക്കൗട്ട് ചെയ്യണം. എന്നെ അസ്കർബായി ഒന്ന് വിളിക്കും. എന്ത് കാര്യവും നമ്മൾ കുറച്ച് പേര് കൂടി ചെയ്ത് കഴിഞ്ഞാൽ ഭയങ്കര ഫണ്ണായിരിക്കും. ഒരാൾ രണ്ടാൾ മാത്രമായിട്ടൊക്കെ ചെയ്യുമ്പോൾ വർക്കൗട്ടും ഭയങ്കര ബോറാണ്. പിന്നെ അടിപൊളിയല്ലേ പോയി രാവിലെ നമ്മള് ഫസ്റ്റ് ഒരു മടി ഉണ്ടായിരുന്നു. പക്ഷെ സാധനം ഫുൾ സെറ്റ് ആയിട്ട് വന്നിട്ട് അതൊക്കെ മതി പറഞ്ഞിട്ട് കൊണ്ടുപോകും. മല കയറാൻ നേരത്തെ നോക്കി ഒരു സ്ഥലത്തേക്ക് എത്തിക്കഴിയുമ്പോൾ മച്ചാൽ കൊള്ളാലോ, കേറിയില്ലെങ്കിൽ അത് കാണാൻ പറ്റില്ലല്ലോ ആ കാഴ്ച. പിന്നെ അതാണ് നമ്മുടെ മോട്ടിവേഷൻ പരിപാടി. കുറെ പഠിച്ചു, നടക്കാൻ പഠിച്ചു, മലയാളം പഠിച്ചു, ഒരു കയാക്കിംഗ് പഠിച്ചു. ഞാൻ ഇപ്രാവശ്യം കയാക്കിങ് ഞങ്ങൾ ഇവിടെ താമസിച്ചിരുന്നു. അന്ന് എല്ലാവരും ബാലും ജീനും ആൽബി ചേട്ടൻ ഫുൾ ടീം അവിടെ വന്നിട്ട് ഞങ്ങൾ എല്ലാവരും കയാക്ക് എടുത്ത് അന്ന് തന്നെ പറഞ്ഞാൽ ഒരു കാറ്റും തിരയും കൂടി വന്നിട്ട് സാധാരണ അങ്ങനത്തെ പുഴ പോലത്തെ വെള്ളത്തിൽ തിരയൊന്നും വരാറില്ല. അപ്പോൾ ടോവിനോ എനിക്ക് കാണാൻ പറ്റില്ല, പുറകെ ഇരുന്നിട്ടാണ്. എനിക്കത് അറിയില്ലല്ലോ, ഫസ്റ്റ് ടൈമാണ്. അപ്പോൾ മാക്സിമം ടോവിയാണ് ചെയ്തുകൊണ്ടിരിക്കുന്നത്. എനിക്കിതിൽ പേടിയുണ്ട് വെള്ളം, എനിക്ക് ഇത് തുഴയാൻ അറിയാതെ കൊണ്ടുപോയിട്ടുള്ളതാണ്. അങ്ങനെ ചെറുപ്പത്തിൽ അങ്ങനെ ഒരു അനുഭവം ഉണ്ട്. ഇതൊക്കെ പറഞ്ഞാ പക്ഷെ ഞാൻ എന്റെ തലേ ദിവസം പോയപ്പോ വെള്ളം വളരെ ശാന്തമായിരുന്നു. അപ്പൊ ഒരു വളവ് വളയുമ്പോ ഒരു തുരുത്തുണ്ട്, ആ തുരുത്തിലേക്ക് വെള്ളം ഇടിച്ചിങ്ങനെ തിരിയുന്ന ആ ഒരു ഫോഴ്സ് ഉണ്ടായിരുന്നുള്ളൂ തലേ ദിവസം പോയപ്പോ. പക്ഷെ ഈ ദിവസം ഞാൻ ഫുൾ കോൺഫിഡൻസിൽ കയറ്റി കൊണ്ടുപോയിട്ട് ആ വളവ് വളഞ്ഞപ്പോ അമരത്തിൽ പറ്റില്ല. ഞാൻ വിചാരിച്ചു മച്ചാൻ ഇത് ഇങ്ങനെ തന്നെയാണോ തിരിഞ്ഞു നോക്കാൻ പറ്റില്ല, ഇത് എത്തണില്ലെന്ന് പറഞ്ഞിട്ട് കുറെ കഴിഞ്ഞ് എങ്ങനെങ്ങാണ്ടൊക്കെ കരയിലെത്തിയപ്പോ ഞാൻ പറഞ്ഞു ഇത് ഇങ്ങനെയാണോ. ഞാൻ പറയാണ്ടാണ് ഞാൻ പേടിച്ചിരിക്കുന്നത്. ഞാനും ആദ്യമായിട്ടാണ് ഈ കാറ്റത്ത് പെട്ടുപോണേന്ന്. ഞാൻ പടച്ചോനെ പറയാഞ്ഞ ഭാഗ്യം ഞാൻ. പക്ഷെ മറ്റേ ലൈഫ് ജാക്കറ്റ് ഒക്കെ ഉണ്ട്, നന്നായിട്ട് പേടിച്ച്. പക്ഷെ ടോവിയുടെ മുഖം ഞാൻ കാണാത്തോണ്ട് ഞാൻ അധികം പേടിച്ചില്ല. എന്റെ മുഖം കണ്ടിരുന്നെങ്കിൽ ഒച്ചയും വിളിയാനെ പേടിച്ചിട്ട് ചാടിയാനെ.
ഞാൻ പറയും മച്ചാനെ ഇവിടെ നടികളൊക്കെ ഇറങ്ങണേട്ടാ പറയണ നീന്തളം ഇവിടെ ചാടും. ഞാനാണെന്ന് ഒന്ന് ശ്രമിച്ചു നോക്കാം, ഇല്ലെങ്കിൽ ഫയർഫോഴ്സിനെ വിളിക്കാം എന്നുള്ള ലൈനിലാണ് ഞങ്ങള്. അല്ല, നിങ്ങൾ ഒന്നിക്കാൻ ഒരു കാരണം നടികരാണ്. അതിനകത്ത് പക്ഷേ വേറെ സംഭവം എന്ന് വെച്ചാൽ ഈ തൊട്ടും പറഞ്ഞ മഞ്ഞുമല്ലാണെങ്കിൽ ഇതിന്റെ സംവിധായകനെ പിടിച്ച് അഭിനയിപ്പിച്ചു ജീൻ പോളിനെ. ആ ജീൻ പോള് സൗബിക്കിനെ ഡയറക്ട് ചെയ്യാണ്. തിരിച്ചെന്തെങ്കിലും ഞാൻ അവിടെ പോയിട്ടാണ് ഡേറ്റിന്റെ കാര്യങ്ങളൊക്കെ ചോദിച്ചുകൊണ്ടിരുന്നത്. ഈ സിനിമയിൽ എല്ലാവരും ആ സിനിമയിലുണ്ട്, ഫുൾ ടീം അതിലുണ്ടല്ലോ. ചന്തു ആണെങ്കിലും ഗണപതി ആണെങ്കിലും ബാലു ആണെങ്കിലും. നടികരുടെ പ്രീ പ്രൊഡക്ഷൻ നടക്കുന്നത് മഞ്ഞുമല്ല സെറ്റിലാണ്. ഒരു സമൂലക്ക് എന്നിട്ട് പാവം ജീന ഇരുന്നിട്ട് പെട്ടെന്ന് ഷോട്ട് എടുന്ന് പറയുമ്പോൾ ആണോ ജീന അവിടെ നിന്ന് നടിക്കാറുണ്ട് ഫുൾ എഴുതിക്കൊണ്ടിരിക്കണേ, ഫുൾ എന്തൊക്കെ ഒരു ഷോട്ട് മാർക്ക് ചെയ്തോണ്ടിരിക്കണേ. ഓക്കെ, അല്ല ഇതിനകത്ത് ഈ സിനിമ മൊത്തത്തിൽ ഇതിന്റെ ടീസറൊക്കെ വരുമ്പോൾ തന്നെ വലിയ ഓളാണ്, നല്ല കളർഫുൾ ആയിട്ടുള്ള ഒരു പരിപാടിയായിട്ട് മൊത്തത്തിൽ നിൽക്കുന്നുണ്ട്. പക്ഷേ സിനിമയ്ക്കുള്ളിലെ കഥ പറഞ്ഞു വരുന്നൊരു സിനിമയാണ് നടികര്. ഏതെങ്കിലും ഒരു ആക്ടർ റെഫറൻസോ കാര്യങ്ങളൊക്കെ എവിടെയെങ്കിലുമൊക്കെ മിന്നിമാനായിട്ട് തോന്നിയിട്ടുണ്ടോ? ഉണ്ടോ ശരിക്കും? അങ്ങനെ ഒരു ആക്ടറിന്റെ ഇങ്ങനത്തെ ഒരു ആക്ടർ ഒന്നുമില്ല, ഇങ്ങനത്തെ ഒരാളൊന്നുമില്ല, ഒരിക്കലും ഉണ്ടാവില്ല. ഇതൊരു ഫിക്ഷണൽ ക്യാരക്ടറാണ്. പക്ഷേ ഈ ഫിക്ഷണൽ ക്യാരക്ടറിന് നമ്മുടെയൊക്കെ എല്ലാവരുടെയും എന്തെങ്കിലും കുഞ്ഞു കുഞ്ഞു സാധനങ്ങളൊക്കെ ഇട്ടിട്ടുണ്ടാവും. അത്ര നമ്മൾ അറിയുന്ന ആൾക്കല്ല, എന്നാലും ആരെങ്കിലും ഒക്കെ ഉണ്ടാവാം. ഇത് ശരിക്കും ഈ സിനിമയെ പറ്റിയിട്ട് ഒറ്റ വാക്കി പറയുകയാണെങ്കിൽ ഒരു ഗതികെട്ട സൂപ്പർ സ്റ്റാറിന്റെ കരളലിയിക്കുന്ന കഥ ഹാസ്യത്തിന്റെ മേമ്പൊടിയിൽ പറഞ്ഞിരിക്കുന്നു എന്നേ ഉള്ളൂ. ഇതിനകത്ത് ഹ്യൂമറിലാണ് ഇതിന്റെ ഒരു ഹ്യൂമറിന്റെ ലെയർ ത്രൂ ഔട്ട് ഉണ്ട്. പക്ഷെ അതിനകത്ത് നമ്മൾ പറഞ്ഞിരിക്കുന്നത് വളരെ സീരിയസ് ആയിട്ടുള്ള ഒരു ആക്ടറിന്റെ കമ്മിങ് ഓഫ് ഏജ് തന്നെയാണ്. അതെ, എനിക്ക് ഇതിലെ കുറെ പോർഷൻസ് പടത്തിലാണ് ഇപ്പോൾ എനിക്ക് ഇമോഷൻസ് ഭയങ്കരമായിട്ട് നമുക്ക് കണക്ട് ആവുന്നത്. നമ്മൾ ഫിലിമിൽ വർക്ക് ചെയ്യുന്നതുകൊണ്ട് തന്നെ അതിൽ പല പല ക്യാരക്ടേഴ്സിന് ചെയ്യുന്ന കുറേ സീക്വൻസുകളിൽ അത് ആരെങ്കിലൊക്കെ നമ്മൾ ഫിലിമിലുള്ള ആൾക്കാരെ നമുക്കത് ഫീൽ ചെയ്തിട്ടുണ്ട്, അങ്ങനത്തെ വേദനകൾ അനുഭവിച്ചിട്ടുണ്ട്. അപ്പൊ അതൊക്കെ ശരിക്കും എനിക്ക് പല സ്ഥലത്തും. ഈ സിനിമ തുടങ്ങുന്നത് തന്നെ നസീർ സാറിന്റെ ഒരു ഇന്റർവ്യൂവിന്റെ ഒരു ബിറ്റ് ഉണ്ട്. അത് നമ്മുടെ ഈ കിരീടം എന്ന് പറഞ്ഞിട്ടുള്ള പാട്ട് വന്നു, കിരീടവും. ആ പാട്ടിന്റെ അവസാനത്തിൽ നസീർ സാറിന്റെ വോയിസ് തന്നെയാണ് ഉള്ളത്. അതിനകത്ത് പറയുന്നതെന്ന് പറഞ്ഞാല് ഇത് സൂപ്പർ സ്റ്റാർഡം എന്ന് പറയുന്നത് റോസാപ്പൂ വിരിച്ച ഒരു കിടക്കയല്ല എന്ന് പുള്ളി പറഞ്ഞിട്ടുള്ള ആ കോട്ടാണ് പറയുന്നത്. നമ്മളെന്ന് വെച്ചാൽ പുറത്ത് നോക്കുന്ന സമയത്ത് ഇയാൾ ഭയങ്കര ഹാപ്പിയും അങ്ങനത്തെ ഭയങ്കര കളർഫുൾ ലൈഫാണ് ഇയാളുടെ. പക്ഷെ അകത്ത് അങ്ങനെ ആവണമെന്ന് നിർബന്ധമില്ല, അങ്ങനെ ആവുന്നവരും ഉണ്ടാവുമായിരിക്കും. ഇത് നമുക്ക് എല്ലാവർക്കും സന്തോഷങ്ങളും സങ്കടങ്ങളും ഉണ്ട്. അത് ഇത്ര വലിയ എന്താ പറയുക, ഭയങ്കര പണക്കാരനാണെങ്കിലും ഭയങ്കര പാവപ്പെട്ടവനാണെങ്കിലും രണ്ടുപേർക്കും സന്തോഷം മാത്രമോ അല്ലെങ്കിൽ സങ്കടം മാത്രമോ അല്ല, സന്തോഷവും സങ്കടമുണ്ട്. ഇതിന്റെ ഒരു മീറ്റർ അവിടെ ഇവിടെ കയറി ഇറങ്ങിയിരിക്കുന്നുള്ളൂ. അല്ലാണ്ട് ഇപ്പൊ നമ്മൾ സക്സസ്ഫുൾ ആയി ഇനി അങ്ങോട്ട് സന്തോഷം മാത്രം അങ്ങനെയൊന്നും ഇല്ലല്ലോ. ഈ നടികരിലേക്ക് എത്തുമ്പോൾ വലിയൊരു ക്രൂവാ. നിങ്ങളിപ്പോൾ ഒരു കുറച്ച് പേരുടെ പേരുകൾ മാത്രം ഒരു കാസ്റ്റ് ലിസ്റ്റിൽ സ്റ്റാറിംഗ് ഇൻഡസ് എന്ന് പറഞ്ഞ് കാണിച്ചാലും ഞാൻ നോക്കുമ്പോൾ ധ്യാനുണ്ട്, മൊത്തത്തിൽ രഞ്ജിത്ത് സാർ ധ്യാൻ അപ്പുറത്തെ പടത്തിന്റെ പ്രൊമോഷൻ പോയ അല്ലെങ്കിൽ ധ്യാനം വെച്ചൊരു പരിപാടി പിടിക്കേണ്ടതായിരുന്നു. ശരിക്കും പറഞ്ഞാൽ മലയാള സിനിമ ഇൻഡസ്ട്രിയിൽ ഒരുപാട് ആൾക്കാർ ആരെങ്കിലും അവരായിട്ട് തന്നെ കാണിക്കുന്നുണ്ടോ ഏതെങ്കിലും ഒരു പോർഷനിലോ? അങ്ങനെ അവരായിട്ട് തന്നെ എന്നല്ല, എന്നാലും വേറെ പേരിലൊക്കെ അതേപോലെ തന്നെ ആക്ടേഴ്സ് ആയിട്ട് തന്നെ അങ്ങനെയൊക്കെ ഉണ്ട്, ഡയറക്ടേഴ്സ് ആയിട്ടൊക്കെ തന്നെ, പ്രൊഡ്യൂസേഴ്സ് ആണെങ്കിലും അങ്ങനത്തെ കുറച്ച് പേരുണ്ട്. ഏറ്റവും ബെസ്റ്റ് അല്ല, നമ്മൾ ഇപ്പൊ ഒരു നടികരായിട്ട് അഭിനയിക്കുമ്പോൾ ഒരുപാട് ആൾക്കാരുടെ ലൈഫ് സ്റ്റോറീസ് ഒക്കെ ആയിട്ട് റിലേറ്റബിൾ ആയിട്ട് തോന്നും. സ്വന്തം കഥയായിട്ട് ഏതെങ്കിലും ഒരു ഇൻസിഡന്റ് അല്ലെങ്കിൽ ഏതെങ്കിലും മൊമെന്റിൽ തോന്നിയാൽ ഇതിനകത്ത് സ്വന്തം കഥയുണ്ട്, സ്വന്തം കഥയുടെയും എലമെന്റ്സ് ഉണ്ട്. അതുകൊണ്ടാണല്ലോ എനിക്കിത് കണക്ട് ആയതും എനിക്കിത് പ്ലേ ചെയ്യാനും പറ്റുന്നത്. കാരണം ടോവിയെ നടിക്കുന്ന ക്യാരക്ടറിലെ ആ ഹീറോ അല്ലെങ്കിൽ ആ സൂപ്പർ സ്റ്റാർ അനുഭവിക്കുന്ന കുറേ പെയിനൊക്കെ ഞങ്ങളുടെ ജീവിതത്തിലും നടന്നിട്ടുണ്ട്. അപ്പോൾ നമ്മൾ കാണുന്ന നേരത്തെ ചില ഡയലോഗിലെ അതിൽ പറയാൻ നേരത്തെ ഞാൻ ജീവിതത്തിൽ ഇത് എനിക്കിട്ടുള്ള ട്രോളാണല്ലോ, എൻ്റെ ജീവിതത്തിൽ അനുഭവിച്ചിട്ടുള്ള കുറച്ച് കാര്യങ്ങൾ തന്നെ അതിൽ അത് നല്ല നർമ്മമായിട്ടാണ് പറഞ്ഞിരിക്കുന്നത്. പക്ഷെ അത് നമുക്ക് ഈ പറഞ്ഞ പോലെ ഒരു സൂപ്പർ സ്റ്റാറിന്റെ സങ്കടങ്ങൾ നമുക്ക് സീരിയസ് ആയിട്ട് കാണിച്ച ആൾക്കാർക്ക് അത് ഇഷ്ടപ്പെട്ടോളന്നില്ല, അത് കണക്ട് ചെയ്യാൻ പറ്റിയൊന്നുമില്ല. അപ്പൊ അതുകൊണ്ട് ഹ്യൂമറിൽ കൂടെ തന്നെയാണ് പലതും പറഞ്ഞേക്കുന്നത്. പക്ഷെ ചില സ്ഥലങ്ങളിൽ ആൾക്കാർക്ക് അത് ഫീൽ ചെയ്യുമായിരിക്കും, എന്ന് തോന്നുമായിരിക്കും. അങ്ങനെ തോന്നണം, എന്നാലേ പടത്തിന്റെ ടുവേർഡ്സ് എന്റെ ഇവർക്ക് ഇങ്ങനെയാണോ എന്നുള്ളത് തോന്നും.